ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കണു. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലേ ഉണ്ടാക്കി വെക്കാമല്ലോ. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഗോൾഗേറ്റാണ്. ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ട് എടുത്തോളിട്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് വടപ്പിട്ടു. അതൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. പേസ്റ്റ് നന്നായിട്ട് വെള്ളത്തിൽ അലിയണം കേട്ടോ. അതിന് ശേഷം എന്താ പറയുക, അതിലേക്ക് ഗോതമ്പ് പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെയൊക്കെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു മാവ് പോലെയൊക്കെ കിട്ടും. എന്നിട്ട് അത് നമ്മൾ പുറത്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉരുളാക്കിയെടുക്കുക. ഉരുളാക്കിയിട്ട് ടേബിളിൽ വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ട് പൗഡർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡറാണുള്ളത് അത് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ കുഴക്കുക. സോഫ്റ്റാണ് വരെ പൗഡർ ഇട്ട് കുഴക്കുക. ഉമ്മാനോട് ചോദിക്കണം കേട്ടോ. കുഴക്കുക. അപ്പം പൗഡർ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് കുറേ ദിവസം അത് നിൽക്കാനും, ഇപ്പോൾ ഈ ക്ലേ നമ്മൾ പൗഡർ ഇടുന്നതുകൊണ്ട് നമുക്ക് 1 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പുറത്ത് വെച്ചാൽ പൂപ്പൽ വരിക എന്നല്ലാതെ നമ്മൾ ക്ലേക്ക് ഹാർഡാവുന്നില്ല. അത്ര ഇതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം, അങ്ങനെ കിട്ടണമെങ്കിൽ പൗഡർ മിക്സ് ചെയ്ത് ഇതാക്കുക. പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ബ്ലൂ എടുക്കണം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത് ആ കളർ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെള്ളം കൂട്ടി മിക്സ് ചെയ്തില്ലേ, പേസ്റ്റിൻ്റെ നീര് കൂട്ടി ഗോതമ്പൊടി മിക്സ് ചെയ്തില്ലേ, അതേപോലെയൊക്കെ കിട്ടുക. അപ്പോൾ ആ ഒരു ഇതൊക്കെ തന്നെ നമ്മൾ പൗഡർ ഇട്ടിട്ട് ഒന്നും കൂടി സോഫ്റ്റാക്കുക. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലേ കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും.